ഹലോ വെൽക്കം ബാക്ക്. ഇന്നപ്പോൾ നമുക്ക് ഡിസംബർ മന്തിന് വേണ്ടിയിട്ടുള്ള ബുള്ളറ്റ് ജേണൽ ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു ബുള്ളറ്റ് ജേണൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ മുന്നേ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിനി, എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ഒരു ഡെയിലി പ്ലാനറും ടു ഡു ലിസ്റ്റും ഡയറിയൊക്കെ ചെയ്തല്ലോ, അതിൻ്റെ ഒരു മിക്സ് വെർഷനാണ് ഈ ഒരു ബുള്ളറ്റ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയല്ലോ ഒരു ഹാൻഡ് മെയ്ഡ് ബുക്ക് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ബുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പണി ഇതേപോലെ എളുപ്പമാവും. പിന്നെ അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒന്ന് നമ്മൾ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെന്നൊക്കെ മതി. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഡിസംബർ മന്തിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ക്രിസ്മസ് ആണ് മെയിൻ. അപ്പം നമ്മൾ ആ ഒരു തീമിൽ തന്നെയാണ് ഈ ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്യണത്. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഏത് മന്താണ് എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു മന്തായിട്ട് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പം ഇത് മറിച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ വരച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളൊരു പേഴ്സണൽ ജേണലായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബുക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മന്തിൻ്റെതും ആ ഒരു ബുക്കിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പേപ്പറാണ് ഈ ഒരു ബ്രൗൺ പേപ്പർ. അപ്പോൾ ഈ ഒരു ടൈപ്പ് പേപ്പർ ഞാൻ ഈ ഒരു പേജിലും അതേപോലെ ഇപ്പുറത്തെ പേജിലും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പേജിൽ ഒട്ടിച്ചു കൊടുത്തതിൽ നമ്മൾ ഡിസംബർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ പേജിൽ ഒട്ടിച്ചതിൽ മേലൊന്നും നമ്മൾ ചെയ്യണില്ല, പക്ഷേ സെൻട്രലായിട്ട് ഇതേപോലെ ഒരു പിക്ചറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ന്യൂയോർക്കിലുള്ള ഒരു ഡിസൈനർ ഉണ്ട്, റൈഡർ കാരോൾ. അദ്ദേഹമാണ് ഈ ഒരു ബുള്ളറ്റ് ജേണൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാസ്റ്റൊക്കെ ട്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ പ്രസൻറ്റ് ഓർഗനൈസ് ചെയ്യാനും പിന്നെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ അച്ചീവ്മെൻറ്റ്സ്, ഗോൾസ്, തോട്ട്സ്, ഇൻസ്പിറേഷൻസ് ഇതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ എഴുതി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. കുറേ ആൾക്കാരൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഹാബിറ്റോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും അതേപോലെ നമുക്കൊരു ഗോൾ ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം, അതിക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഡിസംബറിൽ നിന്ന് എഴുതിയത് ബ്ലാക്ക് പെൻ വെച്ചിട്ടേനി. അപ്പോൾ അത് കാണാനൊരു വലിയൊരു ഗുമ്മൊന്നും തോന്നണില്ല. അപ്പോൾ പിന്നെ ഞാനത് വൈറ്റ് ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതി. ബ്രഷ് വെച്ചിട്ട് എഴുതാൻ സത്യം പറഞ്ഞാൽ കുറച്ച് പണിയാണ്. വൈറ്റ് പെന്നില്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളത് ഈ ഒരു ഫ്രണ്ട് പേജ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇവിടെ ഇങ്ങനെ മേലെ കുറച്ച് ബോർഡറും കൂടി ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് അടിയിൽ ഇതേപോലെ ബ്രൗൺ കളർ വെച്ചിട്ടും പിന്നെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടും ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് പേജ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള പേജും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിന് ഞാൻ അങ്ങനെ കളറൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് തന്നെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ കുറച്ച് ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പേജസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി അടുത്ത നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ കലണ്ടറാണ് സെറ്റ് ചെയ്യണത്. അതായത് ഈ ഒരു മന്തിൻ്റെ കലണ്ടർ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു മന്തിലുള്ള എന്തെങ്കിലും ഡേയ്സിൻ്റെ പ്രത്യേകത ഒക്കെ നമുക്ക് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് ഈ ഒരു മന്തിൻ്റെ ഗോൾസൊക്കെ എഴുതി വെക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്രിസ്മസ് ട്രീയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ കളറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ.
ഏറ്റവും മുകളിലായിട്ട് ഇനി നമുക്ക് ഡിസംബർ എന്നും കൂടി ബ്ലാക്ക് പെൻ വെച്ചിട്ട് എഴുതി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പെനൊക്കെ യൂസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ പെന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പിക്ചേഴ്സും പിന്നെ കളർ പെൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ചെറിയൊരു കോട്ടും കൂടി എഴുതി കൊടുക്കുക. മേക്ക് ഇറ്റ് ഡിസംബർ ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതും കൂടി എഴുതി കൊടുത്താൽ നമ്മളെ ഈ ഒരു പേജിൻ്റെ പണി കഴിയും. അപ്പോൾ ഇതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എടുത്തുനിന്ന് കാണാൻ ഇതിലേറെ ഒരു ഭംഗിയൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. ഇനി ഈ പേജസിൽ നമുക്ക് മൂഡ് ട്രാക്കറും അതേപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കറും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഇതൊന്ന് കളറൊക്കെ കൊടുത്തിട്ട് കളർഫുള്ളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ മൂഡ് ട്രാക്കർ ഒട്ടുമിക്ക എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയിക്കും. എന്തായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ബോക്സസ് വരച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു മൂഡ് ട്രാക്കറിനും വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാപ്പി, അതേപോലെ പിന്നെ കുറച്ച് ഹാപ്പി, പിന്നെ സാഡ്, പിന്നെ ഭയങ്കര സാഡ്. ഓക്കെ, അങ്ങനെ ഇതേപോലെ 4 കളറും സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അതിൻ്റെ മേലെ കളറൊക്കെ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ഡിസൈനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മന്തിലെ കലണ്ടറാണ് എഴുതി കൊടുക്കുന്നത്. അതായത് 31 ഡേയ്സ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്തൊക്കെയാണ് ഹാബിറ്റ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ബോക്സാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ ഇതേപോലെ സ്റ്റാറും ഡോട്ടും സർക്കിളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മന്തിൻ്റെ ആകുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു കാര്യം നമുക്ക് നമ്മളെ ഹാബിറ്റ് എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വീക്കിലി പ്ലാനർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ 7 ബോക്സസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഡേയ്സിനുള്ളതാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 പേജസ് ആക്കിയിട്ടും വരച്ചു കൊടുക്കാം. അതായത് 4 വീക്കിനും വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒറ്റ പേജിൽ വരയ്ക്കണുള്ളൂ. നമുക്ക് ഇതിൽ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 7 ദിവസത്തിന് 7 ബോക്സസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബാക്കി വരുന്ന സ്ഥലത്ത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡേയ്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബോക്സും ഒരു പെൻസിൽ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ പേജിൽ ആവണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ കളർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പേജൊന്നും അത്ര കേട് വരില്ല. സ്കെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അപ്പുറത്തെ പേജിക്കും ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ ഇതും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊക്കെ എന്താ എഴുതേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ ആദ്യം എടുത്തിട്ടില്ലേനോ കുറച്ച് ബ്രൗൺ പേപ്പർ, അതേപോലത്തെ പേപ്പർ സൈഡൊക്കെ ഒന്ന് കയറിയിട്ട് 3 പീസാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിലിപ്പോൾ എന്താ എഴുതാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൽ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ മന്ത് വായിച്ചതോ അതല്ലെങ്കിൽ വായിക്കാൻ പോണതോ ആയിട്ടുള്ള ബുക്സ് എഴുതാം, ഷോർട്സ് എഴുതാം, പിന്നെ ബഡ്ജറ്റ് പ്ലാനിങ്. ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതൊരു വൈറ്റ് പെന്നൊക്കെ വെച്ചിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അടുത്ത പേജിൽ ബ്രെയിൻ ഡംപ് എഴുതുന്നുണ്ട്. ബ്രെയിൻ ഡംപ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന എന്ത് വേണമെങ്കിലും എഴുതാം. ഇമോഷൻസ് ആയിക്കോട്ടെ, ആൻസൈറ്റി, തോട്ട്സ്, ഇനിയിപ്പോൾ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ എന്തും എഴുതാം. അപ്പോൾ ഈ ഒരു മന്തിലുള്ള എന്ത് വേണമെങ്കിലും എഴുതാനുള്ള ഒരു ഗ്യാപ്പാണിത്.
അങ്ങനെ ഇത് സെറ്റായി. അപ്പോഴാണ് തോന്നിയത് ഇപ്പുറത്തെ സൈഡ് ഭയങ്കര സിമ്പിളായില്ലേ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ക്രിസ്മസിനൊക്കെ ഹാങ് ചെയ്ത് വെക്കണ ബോൾ ഉണ്ടല്ലോ, ഓക്കെ, അങ്ങനത്തെ കുറച്ച് ബോൾസൊക്കെ വരച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ബോൾസൊക്കെ വരച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേജസ്. അതിങ്ങനെ കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കലണ്ടറാണ് കാണാം. ഇതിലിപ്പോൾ എന്താണ് എഴുതാന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെറുതായിട്ട് ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 26-ന് എൻ്റെ മദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മളെ കോൾസൊക്കെ എഴുതി വെക്കാം. മൂഡ് ട്രാക്കർ പിന്നെ നമ്മളെ ഓരോ ഡേയ്സിലെ മൂഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ അടിയിൽ 4 കളേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കളർ നമുക്ക് ഓരോ ഡേയ്സിലെ മൂഡിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ കൊടുക്കുക, കുറച്ച് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു സാഡ് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കൊടുക്കുക. നല്ല സാഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റെഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഡേയ്സിൽ. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഡേ അതേപോലെ നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാർക്ക് ഗ്രീൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് മൂഡ് ട്രാക്കർ ചെയ്യുക. ഇനി ഹാബിറ്റ് ട്രാക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് 4 ഹാബിറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഡേയ്സിൽ ഇതേപോലെ ഒരു സ്കെച്ച് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മന്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഡേയ്സൊക്കെ എങ്ങനെയാണ്, അതേപോലെ നമ്മൾ എത്രത്തോളം ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ വീക്കിലി പ്ലാനറാണ്. നമുക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ വീക്കൊക്കെ പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാപ്പൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ടു ഡു ലിസ്റ്റും അതേപോലെ ഈ മന്ത് വായിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതോ ബുക്സ്, ഷോർട്സ്, പിന്നെ ഈ മന്തിലെ ബജറ്റ് പ്ലാനിങ് ഒക്കെ എഴുതി വെക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ബ്രെയിൻ ഡംപ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതന്നെ നമുക്ക് എന്ത് ആണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വെക്കാനുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.